നമ്മുടെ കയ്യിലുള്ള റെഡ് ടൈൽ ജയന്റ് ഗോരാമി കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഈ കാണുന്ന ടബുകളിലാണ് നമ്മുടെ റെഡ് ടൈലുകളും പിങ്ക് ജയന്റ് ഗോരാമികളും കിടക്കുന്നത്. ആദ്യത്തെ ലൈനിൽ, അതായത് ഇടത്തെ സൈഡിലുള്ള ലൈനിലുള്ള ടബുകളിലാണ് റെഡ് ടൈൽ കിടക്കുന്നത്, അതായത് ഈ കാണുന്ന ലൈനിൽ. അപ്പോൾ നമുക്ക് അവരെ പിടിച്ചിട്ട് തൊട്ടടുത്ത് നമ്മൾ കുറച്ച് കണ്ടെയ്നറുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് ഞാൻ കാണിക്കാം. ഏകദേശം 4 ഇഞ്ച് സൈസ് ആയിട്ടുണ്ട്. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങിയതാണ്, 2 ഇഞ്ചിന് താഴെയുള്ള ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങിയതാണ്. ഏകദേശം കുറച്ച് മാസങ്ങളായിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ വാങ്ങിയിട്ട്. നമ്മൾ കുറച്ചുകൂടി വലിയ സൈസുള്ള ടാങ്കുകളിലൊക്കെ ഇട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഗ്രോത്ത് കിട്ടും. അതായത് ഈ സമയം കൊണ്ട് കുറച്ചുകൂടി ഗ്രോത്ത് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഏറ്റവും വലിയ സൈസിനെയാണ് ഈ വലിയ കണ്ടെയ്നറിൽ നമ്മൾ ഇട്ടിട്ടുള്ളത്, അതായത് അവസാനത്തെ കണ്ടെയ്നറിൽ എടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് പുറകിലോട്ട് പോകുമ്പോൾ കണ്ടില്ലേ, ഇതാണ് ഏറ്റവും ചെറുത്, അതായത് ഇടത്തെ വശത്ത് കാണുന്നതാണ് ഏറ്റവും ചെറുത്. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിൽ വെച്ച് ചെറുത്. ഇപ്പോൾ ഏകദേശം 4 ഇഞ്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് വലിയ സൈസുകളെല്ലാം 4 ഇഞ്ച് തന്നെയാണ്. ആദ്യത്തെ ആ ഒരു ചെറിയ കണ്ടെയ്നറിൽ കിടക്കുന്നത് മാത്രം കുറച്ച് ചെറിയൊരു പൊടിക്ക് സൈസ് കുറവാണ്. കുറച്ച് നാൾ മുമ്പ് വരെ അതിന് നല്ല സൈസ് കുറവുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 3 നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്, ഇത് മാത്രം കുറച്ച് കുറവാണ് കഴിക്കുക. പിന്നെ നമ്മൾ നോൺ വെജ് ഫീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസമൊക്കെ ആയിട്ട് നമ്മൾ നോൺ വെജ് ഫീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോൺ വെജ് ഫീഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം നല്ല റിസൾട്ടാണ്, ഫാസ്റ്റായിട്ടാണ് ഇവരുടെ ഗ്രോത്ത് കാണുന്നത്. നമ്മളങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഗ്രോത്തിലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ മുമ്പ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സെയിൽസിൽ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഹോബിയുടെ ഭാഗമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഇടവിട്ടാണ് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അത് പെല്ലറ്റ് ഫുഡാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടബുകളിലൊക്കെയാണ് വളർത്തുന്നത്. അപ്പോൾ സ്പേസ് ചെറുതാണ്. അപ്പോൾ നമ്മൾ ഓവറായിട്ടൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രോത്ത് ഫോക്കസ് ചെയ്തൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് തന്നെ മോശമാവും. അപ്പോൾ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യേണ്ടി വരും. കുറച്ച് നാൾ മുമ്പ് വരെ നമുക്കറിയാം ചൂടുകാലമായിരുന്നു. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഡയറ്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്താണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. മാത്രമല്ല നമുക്കറിയാം റെഡ് ടൈൽ ജയന്റ് ഗോരാമികൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വെറൈറ്റികളാണ്. നമുക്ക് അങ്ങനെ ഓവർ ഫീഡ് ഒന്നും ചെയ്ത് ഇപ്പോൾ ഡൈജഷൻ പ്രോബ്ലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് ഡെഡായി പോയി കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. പിന്നെ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റെഡ് ടൈൽ ജയന്റ് ഗോരാമി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് സ്പീഷീസ് ആണ്. നമ്മുടെ ബ്ലാക്ക്, പിങ്ക്, ആൽബിനോ എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ആണ്. അതിൽ തന്നെയുള്ള പല കളർ മോർഫുകളാണ് ഈ ബ്ലാക്ക്, പിങ്ക്, ആൽബിനോ എന്ന് പറയുന്നത്. അതിൻ്റെ ശാസ്ത്രീയ നാമം, ആ സ്പീഷീസിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓസ്ഫ്രോണോമസ് ഗൊരാമി എന്നെന്തോ ആണ്. ആ സ്പീഷീസിന് കീഴിൽ വരുന്നതാണ് ബ്ലാക്ക്, പിങ്ക്, ആൽബിനോ. ഈ റെഡ് ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ഫ്രോണോമസ് ലാക്ലാവിയസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്പീഷീസ് ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളെല്ലാം ഡിഫറൻറ്റ്, സ്വഭാവത്തിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും ടെയിലിൽ റെഡ് കളർ കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. ഞാൻ ക്യാമറ കൂടെ നോക്കുമ്പോൾ എനിക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പക്ഷേ നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിൻസിൽ ചെറിയ രീതിയിലുള്ള റെഡ് കളർ കയറി വരുന്നുണ്ട്. ഈ 4 പേര് നല്ല ആക്റ്റീവാണ്, ഫുഡ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കഴിക്കും. നമ്മൾ പെല്ലറ്റ് ഫുഡ് മാത്രമാണ് മുമ്പ് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞു, നമ്മളിപ്പോൾ നോൺ വെജും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് അത്യാവശ്യം ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീക്കിലി അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അടിഭാഗത്ത് അത്യാവശ്യം വേസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആഴ്ചയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച കൂടിയിട്ട് വേസ്റ്റ് ഒന്നും അങ്ങനെ വല്ലാതെ അടിഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ അടിഭാഗം ക്ലീൻ ചെയ്ത് ഒരു 30% വെള്ളം മാറ്റി കൊടുക്കും. അല്ലാതെ വേറെ എയറേഷനും ഫിൽട്രേഷനും ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ ഈ റെഡ് ടൈൽ ജയന്റ് ഗോരാമിയുടെ കുഞ്ഞുങ്ങളെ വാങ്ങിയ ജയന്റ് ഗോരാമി ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇവർ സെപ്പറേറ്റ് സ്പീഷീസ് ആണ്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും മറ്റവരെക്കാളും കുറച്ച് ഡിഫറൻ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഫുഡുകളും ഇവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അത് നോൺ വെജ് ആണെങ്കിലും പെല്ലറ്റ് ഫുഡ് ആണെങ്കിലും ഇനി ഇലവർഗ്ഗങ്ങളാണെങ്കിലും. ഫാസ്റ്റ് ഗ്രോത്ത് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീഡിങ്, അതുപോലെ ടാങ്ക് സ്പേസ്, പിന്നെ വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് റെഡ് ടൈലുകളെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം.